നമസ്കാരം. കെമിസ്ട്രി മെഡിസി ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. NCERT രണ്ടാം വർഷം കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് ആണ് ആദ്യത്തെ ചാപ്റ്റർ. അതിൽ കുട്ടികൾ സ്ഥിരമായി പറയുന്ന ഒരു പ്രയാസം ഈ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആൻഡ് ദെയർ പോസിബിൾ വേരിയേഷൻസ്. ഇങ്ങനൊരു സംഭവമുണ്ട്. 7 ക്രിസ്റ്റൽ ഷേപ്പുകൾ. ഈ ഷേപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിയൽ ലെങ്തിലുള്ള വ്യത്യാസമാണ്. നീളം, വീതി, പൊക്കം, അതുപോലെ തന്നെ ഇന്റേണൽ ആംഗിളിലുള്ള വ്യത്യാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 7 ക്രിസ്റ്റൽ ഫോമുകൾ, ഷേപ്പുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ വ്യത്യാസം പഠിക്കണം, ഇവരുടെ പേര് പഠിക്കണം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഷേപ്പ് മാത്രം ഉണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമല്ല. പിന്നെന്താ, ക്യൂബ് തന്നെ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് സെൻറ്ററുകളിൽ പാർട്ടിക്കിൾ ഇരിക്കുന്ന ഫേസ് സെൻറ്റേഡ് ക്യൂബ് എന്ന് പറയുന്ന ഒരു വേരിയേഷനുണ്ട്. ബോഡിയുടെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നു, ബോഡി സെൻറ്റേഡ് ക്യൂബ് എന്ന് പറയുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ക്യൂബ് തന്നെ പ്രിമിറ്റീവ് ക്യൂബ്, ബോഡി സെൻറ്റേഡ് ക്യൂബ്, ഫേസ് സെൻറ്റേഡ് ക്യൂബ്, ഈ 3 വേരിയേഷനുകളിൽ കാണാം. അപ്പോൾ ഓരോരുത്തർക്കും പലതരം വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് 14 സ്പേസ് ലാറ്റീസുകൾ ഉണ്ടെന്ന് പറയുന്നത്, ബ്രവൈസ് ലാറ്റീസ് 14 എന്ന് പറയുന്നതിന് കാര്യം എന്താ? ഈ 7 എണ്ണത്തിനകത്ത് ഓരോരുത്തർക്കും ചില വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ 14. അപ്പോൾ അതും അറിയണം, ഓരോരുത്തർക്കും ഏതൊക്കെ വേരിയേഷൻ ഉണ്ട്, ഓരോരുത്തരെയും എങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഇതിനൊരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. വേറെ എക്സ്ട്രാ എഫർട്ട് ഒന്നും വേണ്ട. ഇത് കംപ്ലീറ്റ് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ ബോർഡിനും എൻട്രൻസിനും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ പഠിക്കാം? ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഈ ഒരു കോഡ് നിങ്ങൾ പഠിക്കണം. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടോ, കട്ടർ HMT എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണാം CUTOR, ക്യൂബിക് ടെട്രഗണൽ ഓർത്തോറോംബിക് റോംബോഹെഡ്രൽ. അത് ഒരു കോഡിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ HMT ഹെക്സഗണൽ മോണോക്ലിനിക് ട്രൈക്ലിനിക്. അപ്പോൾ ഒരാൾക്ക് സംശയം, T രണ്ടിടത്ത് വന്നല്ലോ, കോഡ് എങ്ങനെ ശരിയാകും? അപ്പോൾ മുകളിലത്തെ T എന്ന് പറയുന്നത് ടെട്രയാണെന്ന് കൂട്ടിക്കോ, വലുതാ. ട്രൈ ആണ് ഏറ്റവും താഴെ. അപ്പോൾ വലിയ ആളിനെ നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ കൺഫ്യൂഷൻ പോയല്ലോ. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന പോലെ നമ്മൾ മേളിൽ താഴോട്ടങ്ങ് പഠിക്കുക. ഈ സ്റ്റൈലിലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ക്യൂബിക് ടെട്രഗണൽ ഓർത്തോറോംബിക് റോംബോഹെഡ്രൽ, ദെൻ അതായത് കട്ടർ, ഹെക്സഗണൽ മോണോക്ലിനിക് ട്രൈക്ലിനിക്. പേര് പറയുന്നതല്ല പ്രശ്നം. നമുക്ക് ഇതെങ്ങനെ ഇവരുടെ എല്ലാ സ്പെസിഫിക്കേഷൻസും പഠിച്ചു വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ക്യൂബിക് കാണാം. താഴേക്ക് ആ പേരുകൾ ശ്രദ്ധിച്ച്, ക്യൂബിക് ടെട്രഗണൽ ഓർത്തോറോംബിക് റോംബോഹെഡ്രൽ, ഹെക്സഗണൽ മോണോക്ലിനിക് ട്രൈക്ലിനിക്. താഴേക്ക് അങ്ങനെ പറഞ്ഞു വെച്ചു. ഓക്കെ. ആക്സിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് ഞാൻ എഴുതാൻ പോകുന്നു. ക്യൂബിക് എല്ലാവർക്കും അറിയാവുന്നതാണ്. A=B=C ആണ്. A=B=C. തൊട്ട് താഴെയുള്ള ആളിൻ്റെ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു വെട്ടിക്കളി എന്ന് പറയുന്ന ഒരു കളിയാണ്, ഒരു ഗെയിമാണിത്. അങ്ങേയറ്റത്തൊരു വെട്ട് കൊടുത്താൽ അതിന് താഴത്ത് കിട്ടും. ഓർത്തോറോംബിക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. മുകളിലുള്ള ആള് ഇങ്ങനെയാണ് ഇരുന്നത്, ഞാൻ ഇപ്പുറത്തൊരു വെട്ട് കൊടുത്തു. റോംബോഹെഡ്രൽ എങ്ങനെയാണ് ചെയ്യുന്നത്? വീണ്ടും വെട്ടിക്കളി സ്റ്റാർട്ട് ചെയ്യുന്നു. A=B=C. അപ്പോൾ അടുത്ത ആൾ എങ്ങനെ കിട്ടും? A=B=C, അങ്ങേയറ്റം വെട്ടി. മോണോക്ലിനിക്ക് എങ്ങനെ കിട്ടും? തൊട്ട് മുകളിലുള്ളത് ഞാൻ എഴുതി, അതിൻ്റെ ഇപ്പുറത്ത് വെട്ടി. ട്രൈക്ലിനിക്ക് എങ്ങനെ കിട്ടും? ഇനി വീണ്ടും വെട്ടിക്കളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം തുടർന്ന് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തൊട്ട് മുകളിലുള്ളത് തന്നെ ഒന്നുകൂടെ എഴുതി വെച്ചു. A=B=C. കണ്ടോ, ഈസിയായി നമുക്കത് ഫോളോ ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇത് വെച്ച് ചെയ്യാം. വെട്ടിക്കളി. ആക്സിയൽ ആംഗിൾ എങ്ങനെ പിടികൂടാം നോക്കൂ. ഞാൻ എഴുതുന്ന ആ വാല്യൂ α=β=γ=90 ഡിഗ്രി. ആദ്യത്തെ ആള് അത് തന്നെയാണ് താഴത്തതും. β=γ=90 ഡിഗ്രി. അടുത്ത ആളും അത് തന്നെ, α=β=γ=90 ഡിഗ്രി. ആദ്യത്തെ കോഡ് കട്ടർ എന്നാണ്. ആ 6 അവസാനിക്കുന്ന സ്ഥലത്തും α=β=γ, പക്ഷേ 90 അല്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചാൽ ഫോളോ ചെയ്യാം. കണ്ടോ, റോംബോഹെഡ്രൽ വരെ എത്തി. ഇനി കോഡിൻ്റെ അടുത്ത പാർട്ടാണ് HMT, ഹെക്സഗണൽ. ഓക്കെ, അവിടെ α=β=90 ഡിഗ്രിയാണ്, ഗാമ 120 ആണ്. അപ്പോൾ ഈ വേരിയേഷൻ തുടങ്ങുന്നത് എവിടെയാണെന്നുള്ളതും വ്യക്തമാണ്. നമ്മുടെ കോഡിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ്. കോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈസിയായി കയറിപ്പോയത് കണ്ടോ. കട്ടർ എല്ലാ α β γ ഈക്വലാണ്. 90 കൂടിയാണ് ആദ്യത്തെ 3 പേർക്ക്. അടുത്ത ആളിന് 90 അല്ലെന്നേ പറയുന്നുള്ളൂ.
സോ കോഡിൻ്റെ സെക്കൻഡ് പാർട്ട് ഹെക്സഗണൽ ആൽഫ ബീറ്റ 90 ഗാമ 120. അപ്പോൾ ഗാമയ്ക്ക് ഒരു വിഷമം, ആൽഫയുടെ അവിടെ കൂട്ടിയില്ലല്ലോ. അപ്പോൾ അടുത്തതിൽ നമുക്ക് ആ വിഷമം തീർക്കാം. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബീറ്റ 90 അല്ല എന്നും കൊടുക്കണം. ബീറ്റ 90 അല്ല, 120 അല്ലെന്ന് ആരും പറയത്തില്ല, 90 അല്ല. ഇത് രണ്ടിൽ മാത്രമേ ആ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ കോഡ് വെച്ച് നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. സെക്കൻഡ് പാർട്ടിലാണ് ആ ചേഞ്ച് വന്നപ്പോൾ ഇതുവരെ വളരെ ഫ്രീ ആയിട്ട് പോയതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ദേഷ്യം കയറി കേട്ടോ. അടുത്തത് എല്ലാം കൂടെ വെട്ടിക്കളയുക. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യം തീർത്തു. സോ ആക്സിയൽ ആംഗിളുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് മെത്തേഡ്. അടുത്ത ചോദ്യം വരുന്നത് വേരിയേഷൻസ്. നമ്മൾ നേരത്തെ കണ്ടു ക്യൂബിക്കിന് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. ക്യൂബിക്കിൻ്റെ വേരിയേഷൻസ് പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേഡ് ഉണ്ട്, ഫേസ് സെൻറ്റേഡ് ഉണ്ട്. കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. താഴേക്കുള്ള പ്രത്യേകത വെച്ച് തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ടെട്രഗണൽ എന്ന് പറയുന്ന ആളിന് ഇതിലെ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കണം. ദാറ്റ് ഈസ് പ്രിമിറ്റീവും ബോഡി സെൻറ്റേഡും എടുക്കണം. ഓർത്തോറോംബിക്കിന് എല്ലാ വേരിയേഷൻസും പഠിക്കണം. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻ സെൻറ്റേഡ്. ഇത്രയും പറഞ്ഞപ്പോൾ ക്ഷീണം. അടുത്ത ആളിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. റോംബോഹെഡ്രലിന് പ്രിമിറ്റീവ്. ഹെക്സാഗണലിന് ഒന്നേ പറയുന്നുള്ളൂ, പ്രിമിറ്റീവ്. ശ്വാസം ഒരല്പം കിട്ടി. അടുത്ത രണ്ടെണ്ണം പറയാമെന്ന് വിചാരിക്കുന്നു. പ്രിമിറ്റീവും അധികം പറഞ്ഞിട്ടില്ലാത്ത എൻ സെൻറ്റേഡും കൂടെ പറയുക. വീണ്ടും ശ്വാസം കിട്ടുന്നില്ല, പ്രിമിറ്റീവ്. നോക്കൂ, പോസിബിൾ വേരിയേഷൻസ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാം. കട്ടർ HMT താഴേക്ക്. ആദ്യത്തെ ക്യൂബിക്കിൽ പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. ടെട്രഗണലിലോ പ്രിമിറ്റീവും ബോഡി സെൻറ്റേഡും മാത്രം. ഓർത്തോറോംബിക്കിൽ എല്ലാം പറഞ്ഞു, പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻ സെൻറ്റേഡ്. ക്ഷീണം കാരണം അടുത്തതിനകത്ത് ശ്വാസം കിട്ടിയില്ല, പ്രിമിറ്റീവ്. മോണോക്ലിനിക്കിൽ ഒന്നുകൂടെ പറഞ്ഞു, പ്രിമിറ്റീവ്, എൻ സെൻറ്റേഡും പറഞ്ഞു. ട്രൈക്ലിനിക്കിൽ പ്രിമിറ്റീവ് മാത്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വേരിയേഷൻസും പഠിച്ചു. അതിലൂടെ കൂട്ടിയാൽ 14 കിട്ടും. അങ്ങനെയാണ് സ്പേസ് ലാറ്റൈസുകൾ, ബ്രവൈസ് ലാറ്റൈസുകൾ 14 എന്ന് വരുന്നത്. എക്സാമ്പിളും രണ്ടെണ്ണം പഠിച്ചേക്കണം. ഇപ്പം ക്യൂബിക്ക് എന്ന് എഴുതുമ്പോൾ തന്നെ കിട്ടുന്ന CU കോപ്പർ, അത് ക്യൂബിക്കിന് എക്സാമ്പിളാണ്. സോഡിയം ക്ലോറൈഡും വരും. ടെട്രഗണൽ എന്ന് പറയുന്ന T തുടങ്ങുന്നു. ടൈറ്റാനിയം ഡയോക്സൈഡ് എക്സാമ്പിളായിട്ട് എടുത്തു. കാൽസ്യം സൾഫേറ്റും ഉണ്ട്. ഓർത്തോറോംബിക്, റോംബിക് സൾഫർ, ആ പേരിൽ തന്നെ റോംബിക് എന്നുള്ള പേരുണ്ട്. സൾഫറിൻ്റെ ഒരു അലോട്രോപിക് ഫോമാണ്. ബേരിയം സൾഫേറ്റും ഉണ്ട്. റോംബോഹെഡ്രലിന് കാൽസ്യം കാർബണേറ്റും HGSും എടുക്കാം. ഹെക്സഗണലിന് എക്സാമ്പിൾ ഗ്രാഫൈറ്റ്. പണ്ട് മുതലേ ഗ്രാഫൈറ്റ് ഹെക്സഗണൽ ലേയേഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സിങ്ക് ഓക്സൈഡ് എടുത്തോളൂ. മോണോക്ലിനിക്, ആ പേരിൽ തന്നെ ഒരു എക്സാമ്പിൾ മോണോക്ലിനിക് സൾഫർ. സോഡിയം സൾഫേറ്റും ഉണ്ട്, ഗ്ലോബൽ സോൾട്ട്. ട്രൈക്ലിനിക്, വളരെ പ്രധാനപ്പെട്ട രണ്ട് കോമ്പൗണ്ടുകൾ നമ്മൾ D ബ്ലോക്കിലൊക്കെ പഠിക്കുന്ന K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ്, തുരിശ്, അത് രണ്ടും വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഈ ടേബിൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ നിന്നുള്ള ഒരു ജനറലൈസേഷൻ കൂടി ഒന്ന് നോക്കിയാലോ? ഇതിൽ നിന്നുള്ള ഒരു ജനറലൈസേഷൻ നോക്കൂ. A ഈക്വൽ ടു B ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. എന്തോരം സിമട്രിക്കലായിട്ടുള്ളൊരു സാധനമാണതല്ലേ? അപ്പോൾ ഒരു ജനറലൈസേഷൻ, ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ജനറലൈസേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ജനറലൈസേഷൻ 1, മോസ്റ്റ് സിമട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ആര്? ക്യൂബിക്ക്, നമ്മൾ കണ്ടു. മോസ്റ്റ് അൺസിമട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ട്രൈക്ലിനിക്. എല്ലാം ചളിങ്ങിയിരിക്കുകയാണ്. എയും ബിയും സിയും ഈക്വൽ അല്ല. ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ അല്ലേ, 90യും അല്ല. ദെൻ ദ ജോമെട്രി ഓഫ് മാച്ച് ബോക്സ്, ഒരു തീപ്പെട്ടിക്കൂട്, അതിൻ്റെ ജോമെട്രി ഓർത്തോറോംബിക് അല്ലേ. അതായത് ABC നീളം, വീതി, പൊക്കം വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്റേണൽ ആൽഫ ബീറ്റ ഗാമ 90 ആണ്. ദ ക്രിസ്റ്റൽ വിത്ത് ഓൾ പോസിബിൾ വേരിയേഷൻസ്, എല്ലാ വേരിയേഷൻസും കാണിക്കുന്ന ആള്, അത് ഓർത്തോറോംബിക്കാണ്. കണ്ടല്ലോ, എല്ലാ വേരിയേഷനും അയാൾക്കേ ഉള്ളൂ. ദ ജോമെട്രി ഓഫ് ഐസ് ക്രിസ്റ്റൽ ഹെക്സഗണൽ. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ജനറലൈസേഷൻ കൂടി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എല്ലാ കൂട്ടുകാരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം.